നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ ഇന്ന് പ്രാധാന്യമേറെയുള്ളത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്രം 153-ാം നാൾ കേന്ദ്രം സമ്മതിച്ചു എന്നുള്ളതാണ് തലക്കെട്ട്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായി 153-ാം ദിവസം ദുരന്തം അതിതീവ്ര സ്വഭാവമുള്ളതാണെന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. മേപ്പാടിയിലെ ഉരുൾപൊട്ടലിൻ്റെ തീവ്രതയും വ്യാപ്തിയും കണക്കിലെടുത്ത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കേന്ദ്രമന്ത്രിതല സംഘം പരിഗണിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയും മാതൃഭൂമി പറയുന്നുണ്ട്. അതിലൊന്ന്, ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് അധിക സഹായധനം, എംപിമാരുടെ വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വരെ ദുരന്ത സഹായം, രാജ്യത്തെ എല്ലാ പാർലമെന്റ് അംഗങ്ങളുടെയും സഹായം തേടാം, അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും പുനരധിവാസ സഹായം തേടാം, ബാങ്കുകൾക്ക് ദുരന്തബാധിതരുടെ കടം എഴുതി തള്ളാനാകും. ഇത്തരത്തിലുള്ള ഒരുപാട് നേട്ടങ്ങൾ ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാലുണ്ട്. എന്തായാലും വയനാട്ടിലെ MP പ്രിയങ്ക ഗാന്ധിയുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും എല്ലാം സമ്മർദ്ദത്തിൻ്റെ ഒടുവിൽ 153-ാം ദിവസം ഇതൊരു അതിതീവ്ര ദുരന്തമായി മുണ്ടക്കൈ ചൂരൽമല പ്രശ്നം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതേ വാർത്ത ഒട്ടുമിക്ക പത്രങ്ങളിലും വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. അതിൽ ദേശാഭിമാനി നൽകിയിരിക്കുന്നത് ആദ്യ പേജിൽ തന്നെ ഏറ്റവും മുകളിൽ വലതുഭാഗത്തായി 154-ാം ദിവസം അതിതീവ്രം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. സമ്മർദ്ദവും പോരാട്ടവും ഫലം കണ്ടു എന്ന മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ട് കൂടി അതിനോടൊപ്പം നൽകുന്നുണ്ട്. മുണ്ടക്കൈ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ നിർബന്ധിതമായി കേന്ദ്രം, കേരളവും ഇന്ത്യയിലാണ് എന്ന മുദ്രാവാക്യവുമായുള്ള പ്രചരണം ലക്ഷ്യം കണ്ടു. ഇനി സംസ്ഥാനത്തിന് പുറത്തുനിന്നുൾപ്പെടെ സഹായം സ്വീകരിക്കാം, അധിക സഹായത്തെക്കുറിച്ച് മൗനം എന്നുള്ള മറ്റ് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി അതിനോടൊപ്പമുണ്ട്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന മറ്റു ചില നേട്ടങ്ങളെ കൂടി ദേശാഭിമാനിയിലും കുറിക്കുന്നുണ്ട്. ഇനി അതേ വാർത്ത കേരള കൗമുദിയിൽ ഏറ്റവും താഴെ ഇടതുഭാഗത്തായി ഏറ്റവും താഴെയാണ് നൽകിയിരിക്കുന്നത്. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്രം, സാമ്പത്തിക സഹായത്തെ പറ്റി പരാമർശമില്ല എന്നുള്ള ഒരു സാധാരണ തലക്കെട്ടോടുകൂടി എന്നാൽ ആദ്യ പേജിൽ തന്നെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ ആ വാർത്ത കേരള കൗമുദിയിലെ പോലെ തന്നെ താഴെ വലതുഭാഗത്തായി നൽകിയിരിക്കുന്നു. വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തം എന്നുള്ള സാധാരണയായ ഒരു തലക്കെട്ടോടുകൂടി തന്നെയാണ് അത് നൽകിയിരിക്കുന്നത്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ ആ വാർത്ത ഇടതുഭാഗത്ത് ചെറിയൊരു പ്രാധാന്യത്തോട് മാത്രമാണ് നൽകിയിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല തീവ്ര ദുരന്തം തന്നെ, പക്ഷേ ഗുണം കിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകമായ തലക്കെട്ടോടുകൂടി മലയാള മനോരമ നൽകിയിട്ടുള്ളത്. മനോരമ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നോക്കാം. അതായത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം തീവ്ര ദുരന്തമാണെന്ന് കേന്ദ്രം ആവർത്തിച്ചു. ഇത് സംബന്ധിച്ച് വ്യക്തത തേടി കേരളം അയച്ച കത്തിനാണ് പാർലമെന്റിൽ കഴിഞ്ഞ മാസം നൽകിയ അതേ മറുപടി ആഭ്യന്തര മന്ത്രാലയം നൽകിയത്. തീവ്ര ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ തുക പര്യാപ്തമല്ലാതെ വരുമ്പോഴാണ് NDRFിൽ നിന്നുള്ള അടിയന്തര സഹായം നൽകുന്നത്. ഈ അടിയന്തര സഹായമായിട്ടാണ് 214.68 കോടി രൂപ കേരളം ചോദിച്ചത്. തീവ്ര ദുരന്തമായി കണക്കാക്കിയതിനു ശേഷമാണ് നവംബർ 16 ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷനായ ഉന്നതതല സമിതി കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചത്. 153.47 കോടി രൂപ ഈ യോഗത്തിൽ അനുവദിച്ചെങ്കിലും ഇതിൽ നിന്ന് 1 രൂപ പോലും ഫലത്തിൽ കേരളത്തിൽ ലഭിക്കില്ല. അനുവദിക്കുന്ന തുകയിൽ നിന്ന് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ അവശേഷിക്കുന്ന തുകയുടെ 50% വെട്ടിക്കുറച്ചേ പണം നൽകൂ എന്ന വ്യവസ്ഥയാണ് കാരണം. പ്രതിവാസം പ്രവർത്തനങ്ങളായി കേരളം ആവശ്യപ്പെട്ട 2219 കോടി രൂപയുടെ അപേക്ഷയിന്മേൽ കേന്ദ്രം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. മലയാള മനോരമ ആ വാർത്തയുടെ മറ്റൊരു തലമാണ് നൽകിയിട്ടുള്ളത്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമിയിൽ ആ വാർത്തയ്ക്ക് ആദ്യ പേജിൽ എവിടെയും തന്നെ ഒരു പ്രാധാന്യവും നൽകിയിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും മാതൃഭൂമി നൽകിയിട്ടുള്ളത് കൊടിസുനിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പോലീസ് റിപ്പോർട്ട് അവഗണിച്ചു, കൊടിസുനി പുറത്തിറങ്ങി, കിട്ടിയത് 30 ദിവസത്തെ പരോൾ. അതായത് 30 ദിവസം പരോൾ ലഭിച്ചതിനെ തുടർന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനി ശനിയാഴ്ച വൈകിട്ട് തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. പരോളുമായി സുനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരം രഹസ്യമാക്കി വെക്കാനായിരുന്നു ജയിലധികൃതരുടെ ശ്രമം. പോലീസ് റിപ്പോർട്ട് എതിരായതിനാൽ 6 വർഷമായി കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരുന്നില്ല. മകന് പരോൾ അനുവദിക്കുന്നില്ലേ എന്ന് ചൂണ്ടിക്കാട്ടി സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് അപേക്ഷ നൽകിയിരുന്നു. വിസ്മയ കേസിലെ കിരണിനും പരോൾ ലഭിച്ചിരിക്കുന്നു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥി വിസ്മയ ജീവനൊടുക്കിയ കേസിലെ ഭർത്താവും മുൻ അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ S കിരൺ കുമാറിനും പരോൾ അനുവദിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ള കിരണിനും 30 ദിവസത്തേക്കാണ് പരോൾ നൽകിയത്.
തടവറയിലും ക്രിമിനലിസം എന്ന തലക്കെട്ടോടുകൂടി മാതൃഭൂമി ഒരു പ്രത്യേക കോളം നൽകിയിട്ടുണ്ട്. TP വധക്കേസിലെ 3-ാം പ്രതിയാണ് കൊടിസുനി. ഇരട്ട ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കേണ്ട ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിച്ചും ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചും തുടങ്ങിയ കേസുകളിൽ പ്രതിയായതിനെ തുടർന്നാണ് സുനിക്ക് പരോൾ കൊടുക്കാതിരുന്നത്. വിയൂരിലെ അതിസുരക്ഷാ ജയിൽ സഹതടവുകാരായ ചേർന്ന് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതോടെയാണ് കൊടിസുനിയെ 2023 നവംബർ 9 തവനൂരിലേക്ക് മാറ്റിയത്. ഇനി ഇതേ വാർത്ത മറ്റ് പത്രങ്ങൾ എങ്ങനെ നൽകുന്നു നോക്കാം. ദേശാഭിമാനിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എവിടെയും തന്നെ കുറിച്ചിട്ടില്ല. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദിയിൽ ആദ്യ പേജിലെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് കൊടിസുനിക്കും വിസ്മയ കൊലക്കേസ് പ്രതിക്കും പരോൾ എന്ന സാധാരണ തലക്കെട്ട് തന്നെയാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. ഇരുവർക്കും പരോൾ നൽകിയ വാർത്ത കേരള കൗമുദി നൽകുന്നുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും അതുതന്നെയാണ്. പോലീസ് റിപ്പോർട്ട് തള്ളി പരോൾ എന്നുള്ളതാണ് തലക്കെട്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്കും കൊല്ലം വിസ്മയ കേസ് പ്രതി കിരണിനുമാണ് 30 ദിവസത്തെ പരോൾ. അതിലൊരു കാർട്ടൂണൊക്കെ ആ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. പെരിയ ഇരട്ട കൊലക്കേസ് പ്രതികൾക്കുള്ള പുതുവത്സര സന്ദേശം, കൊടിസുനിക്ക് 30 ദിവസം പരോൾ എന്നുള്ളതാണ് ആ കാർട്ടൂണിലെ പ്രധാനപ്പെട്ട ഡയലോഗുകൾ. 2 പോലീസുകാർ തമ്മിലുള്ള സംഭാഷണമായിട്ടാണ് ആ കാർട്ടൂൺ നൽകിയിട്ടുള്ളത്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയും ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊടിസുനിയുടെ വാർത്തയാണ്. മാനുഷിക പരിഗണന, TP കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ, കൊടികെട്ടിയ മനുഷ്യാവകാശം എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അതൊരു ആക്ഷേപഹാസ്യം പോലെയാണ് ആ തലക്കെട്ട് അവിടെ നൽകിയിരിക്കുന്നതെന്നാണ് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമിയിൽ ആ വാർത്തയ്ക്ക് എവിടെയും തന്നെ പ്രാധാന്യം നൽകിയിട്ടില്ല. ആ വാർത്തയ്ക്ക് ജന്മഭൂമിയിൽ ആദ്യ പേജിൽ ഇവിടെ സ്ഥാനമില്ല. സ്ത്രീ വോട്ടർമാർക്കുള്ള വാഗ്ദാനങ്ങൾ, CPM-ന് ഇനി കണ്ണിലെ കരട് എന്നുള്ള തലക്കെട്ടോടുകൂടിയ വാർത്തയുണ്ട്. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം അരാഷ്ട്രീയത വളർത്താൻ വഴിയൊരുക്കുമെന്ന് CPM. BJP ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ രാഷ്ട്രീയത്തെ ചെറുക്കുവാനുള്ള ബദൽ ഇത് സാധ്യമാക്കുന്നു എന്നാണ് നിഗമനം. നിലവിലെ BJP ഇതര പ്രതിപക്ഷ പ്രാദേശിക കക്ഷി ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തോട് CPM വിയോജിപ്പ്. 1. BJP ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ, തീവ്ര വലതുപക്ഷ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയം, ജാതി ഉപജാതി ഉൾപ്പിരിവുകൾ രാഷ്ട്രീയഗതി നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം പൂർണ്ണമായും മാറിപ്പോയ അവസ്ഥ. ഇതിനാൽ CPM-ഓ ഇടതുപക്ഷമോ മുന്നോട്ട് വയ്ക്കുന്ന വർഗരാഷ്ട്രീയത്തിന് കടന്നു കയറാനാവുന്നില്ല. അരാഷ്ട്രീയത വളർത്തുന്ന തരത്തിൽ സ്ത്രീ വോട്ടർമാരെ ലാക്കാക്കി എറിയുന്ന സൗജന്യ പണവാഗ്ദാനങ്ങൾ. ആ വാർത്ത മാതൃഭൂമിയിൽ മാത്രമാണ് ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ നൽകിയിട്ടുള്ളത് ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നുള്ള വാർത്തയാണ്. കല്ലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ ഉമാ തോമസ് MLA-യുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ശ്വാസകോശത്തിന് ഗുരുതര പരിക്കേറ്റ ഉമാ പാലാരിവട്ടം റിനായി മെഡിസിറ്റിയിൽ വെന്റിലേറ്ററിലാണ്. അപകടനില തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ലെന്ന് റിനൈ മെഡിക്കൽ ഡയറക്ടർ കൃഷ്ണനുണ്ണി പോളക്കുളത്തും സീനിയർ ന്യൂറോ സർജൻ മിഷാൽ ജോണിയും പറഞ്ഞു. 1 നെറുകയിലൊരു മുറിവുണ്ട്, 2 മുഖത്ത് മുറിവുണ്ട്, 3 കൺപോളയിലെ മുറിവ്, അത് പ്ലാസ്റ്റിക് സർജറി ചെയ്തു, 4 തലയോട്ടിയിൽ പൊട്ടലുണ്ട്, 5 തലച്ചോറിൽ പരിക്കുണ്ട്, രക്തസ്രാവം നിന്നിട്ടുണ്ട്, 6 കഴുത്തിന് പിന്നിലായി നട്ടലിന് ചെറിയ പൊട്ടലുണ്ട് എങ്കിലും എല്ല് തെന്നി മാറിയിട്ടില്ല, 7 ഒന്നാം വാരിയെല്ല് ഒടിഞ്ഞു, 8 വാരിയെല്ല് തട്ടി ശ്വാസകോശത്തിന് ക്ഷതം, 9 ദേഹത്ത് പലയിടത്തായി ചെറിയ പരിക്കുകൾ. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് ഉമാ തോമസിന് ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടോടെ ഉണ്ടായിട്ടുള്ളത്. ഇനി അതേ വാർത്ത ദേശാഭിമാനിയിൽ ഉമാ തോമസിന് പരിക്കേറ്റ സംഭവം 3 പേരെ അറസ്റ്റ് ചെയ്തു, ഉമാ തോമസ് വെന്റിലേറ്ററിൽ തുടരുന്നു എന്നുള്ളതാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ആദ്യ പേജിൽ തന്നെ ഇടതുഭാഗത്ത് അല്പം പ്രാധാന്യത്തോടെ തന്നെയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിലും ആദ്യ പേജിൽ തന്നെ വലതുഭാഗത്ത് താഴെയായി ഉമയുടെ നില ഗുരുതരം എന്ന തലക്കെട്ടോടുകൂടി വാർത്ത നൽകിയിട്ടുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തന്നെ എന്ന തലക്കെട്ടോടുകൂടി താഴെ ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ഉമാ തോമസിന്റെ അപകടം 2 പേർ അറസ്റ്റിൽ, അടിമുടി വീഴ്ച എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം ചിത്രങ്ങളും അപകടം നടന്ന സ്ഥലത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ മലയാള മനോരമ 2 പേരെ എന്നാണ് പറയുന്നത്. ജന്മഭൂമിയും ഉമാ തോമസിന്റെ അപകടത്തിന് പ്രാധാന്യമേറെ നൽകുന്നു. MLA ഉമാ തോമസിന് പരിക്കേറ്റ നൃത്തപരിപാടി സ്റ്റേജ് നിർമ്മാണത്തിന് അനുമതി തേടിയില്ല, സംയുക്ത പരിശോധന നടത്തി, 1200 നർത്തകരിൽ നിന്ന് 3 കോടിയോളം പിരിച്ചെടുത്തു എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയ്ക്ക് കൂടി ജന്മഭൂമി പ്രാധാന്യമേറെ നൽകുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതി. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷദ്
അൽ അലിമി അനുമതി നൽകിയതായി റിപ്പോർട്ട്. 1 മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കിയേക്കുമെന്നാണ് സൂചന. ആ വാർത്ത ദേശാഭിമാനിയിലും വലിയ പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. യമാൻ പൗരൻ കൊല്ലപ്പെട്ട കേസ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതിയെന്ന തലക്കെട്ടാണ് ആ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ളത്. മലയാള മനോരമയും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആദ്യ പേജിൽ ഇടതു ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നിമിഷപ്രിയയുടെ മോചന സാധ്യത മങ്ങുന്നു, വധശിക്ഷ ശരിവെച്ചു എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ട്. ഒപ്പം അവരുടെയും കൊല്ലപ്പെട്ട ആളുടെയും ചിത്രം നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ ഗുരുസ്മരണയിൽ എന്ന തലക്കെട്ടോടുകൂടി 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കുന്നു. ബി ജോയ് MLA, KG ബാബു രാജൻ, രമേശ് ചെന്നിത്തല MLA, അടൂർ പ്രകാശ് MP, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, തീർത്ഥാടന കമ്മിറ്റി സെക്രട്ടറി സ്വാമി ഋതംഭരാനന്ദ, ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ, ട്രഷറർ സ്വാമി ശാരദാനന്ദ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, തീർത്ഥാടന കമ്മിറ്റി ചെയർമാൻ കെ മുരളീധരൻ എന്നിവർ സമീപം. തീർത്ഥാടന ഘോഷയാത്ര ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ശിവഗിരിയിൽ നിന്ന് ആരംഭിക്കും. ഉൾപേജിൽ കൂടുതൽ വാർത്തകൾ നൽകുന്നുണ്ട് മാതൃഭൂമി. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ആദ്യ പേജിൽ താഴെ ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകുന്നു. കേരള കൗമുദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നു. അതായത് ശിവഗിരി തീർത്ഥാടനം മാനവ ശുദ്ധീകരണത്തിന് സാങ്കേതിക സമ്മേളനം മന്ത്രി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാധ്യമത്തിൽ പക്ഷേ ശിവഗിരി തീർത്ഥാടനത്തിന്റെ വാർത്തയ്ക്ക് പ്രാധാന്യം എവിടെയും നൽകിയിട്ടില്ല, ആദ്യ പേജിൽ സ്ഥാനം നൽകിയിട്ടില്ല. മലയാള മനോരമയിൽ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഗുരുസ്മരണയിൽ എന്ന തലക്കെട്ടോടുകൂടി ശിവഗിരി തീർത്ഥാടനത്തിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടന ഉദ്ഘാടനത്തിന്റെ ചിത്രം നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിൽ ശ്രീനാരായണ ധർമ്മ പതാക ഉയർന്നു, ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്തയ്ക്ക് പ്രാധാന്യം ഏറെ നൽകി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. സ്പെയ്ഡെക്സ് വിജയക്കുതിപ്പ് എന്ന തലക്കെട്ടോടുകൂടി ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനുമുള്ള സാങ്കേതികവിദ്യ പരീക്ഷണത്തിന് ഇന്ത്യയുടെ വിജയത്തുടക്കം. സ്പെയ്ഡെക്സ് പരീക്ഷണത്തിനുള്ള 2 ചെറു ഉപഗ്രഹങ്ങളെ ISROയുടെ ധ്രുവീയ വിക്ഷേപണ വാഹനം PSLV C60 തിങ്കളാഴ്ച രാത്രി ഭ്രമണപഥത്തിലെത്തിച്ചു. ഇതോടൊപ്പം ബഹിരാകാശ ഗവേഷണങ്ങൾക്കുള്ള 24 ഉപകരണങ്ങളും വിക്ഷേപിച്ചു. ഈ വാർത്ത വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്നാൽ ദേശാഭിമാനിയുടെ ആദ്യ പേജിൽ എവിടെയും തന്നെ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും നൽകുന്നതായി കാണുന്നില്ല. കേരള കൗമുദി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ബഹിരാകാശ സംഗമത്തിന് ഇന്ത്യൻ പേടകങ്ങൾ വിക്ഷേപണം വിജയം, 10 നാൾക്കകം ഒന്നിക്കും എന്നുള്ള വാർത്ത തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിരിക്കുന്നു. മാധ്യമം ഇടതുഭാഗത്ത് ഒരു ചെറിയ വാർത്തയായി ആ വാർത്ത നൽകിയിട്ടുണ്ട്. PSLV C60 സ്പെയ്ഡെക്സ് വിക്ഷേപണം വിജയം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മലയാള മനോരമയും ആ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ആദ്യ പേജിൽ ഇടതുഭാഗത്ത് സ്പെയ്ഡെക്സ് ദൗത്യം വിക്ഷേപണം വിജയം എന്ന സാധാരണയായ തലക്കെട്ട് തന്നെയാണ് ആ വാർത്തയ്ക്ക് നൽകിയിട്ടുള്ളത്. ജന്മഭൂമി ആദ്യ പേജിൽ വലതുഭാഗത്ത് ആ വാർത്തയ്ക്ക് മുകളിലായി പ്രാധാന്യം നൽകുന്നു. സ്പെയ്ഡെക്സ് വിക്ഷേപണം വിജയം എന്ന സാധാരണയായ തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്തയും നൽകിയിട്ടുള്ളത്. ജിമ്മി കാർട്ടർ വിട പറഞ്ഞ വാർത്തയ്ക്ക് മാധ്യമം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നു. മുൻ അമേരിക്കൻ പ്രസിഡന്റും സമാധാന നോബൽ പുരസ്കാര ജേതാവുമായ ജിമ്മി കാർട്ടർ അന്തരിച്ചു. 100 വയസ്സായിരുന്നു. 1977 മുതൽ 81 വരെ അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റായ കാർട്ടർ ഞായറാഴ്ചയാണ് വിടവാങ്ങിയത്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടുകൂടി ജനുവരി 9 വാഷിംഗ്ടണിൽ. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. അസുഖബാധിതനായി കഴിഞ്ഞ വർഷം മുതൽ ജോർജിയയിലെ വീട്ടിൽ സ്നേഹപരിചരണത്തിലായിരുന്നു. ഈ വാർത്ത മാതൃഭൂമിയിൽ എവിടെയും വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് ചിത്രം നൽകി ഉൾപേജിലാണ് വാർത്ത നൽകിയിട്ടുള്ളത്. 10ാമത്തെ പേജിൽ. ദേശാഭിമാനി അദ്ദേഹത്തിന്റെ വാർത്തയെപ്പറ്റി എവിടെയും പറഞ്ഞിട്ടില്ല. കേരള കൗമുദിയിലും അങ്ങനെ വലിയ പ്രാധാന്യമൊന്നും കേരള കൗമുദിയിൽ ഇടം നൽകിയിട്ടില്ല. മലയാള മനോരമയിലും ഇല്ല. ജന്മഭൂമിയിൽ ജിമ്മി കാർട്ടർ അന്തരിച്ചു എന്ന തലക്കെട്ടോടുകൂടി ചെറിയ പ്രാധാന്യത്തോടുകൂടി ആ വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ കരുവണ്ണൂർ ബാങ്ക് പറയുന്നു നിക്ഷേപരെ ആക്കളി വേണ്ട എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്തയുണ്ട്. കോടികളുടെ തട്ടിപ്പ് നടന്ന കരുവണ്ണൂർ സഹകരണ ബാങ്ക് കൈവശമാക്കിയതും കുടിശ്ശികയുള്ളതുമായ വസ്തുക്കൾ വാങ്ങാൻ ബാങ്കിലെ നിക്ഷേപകർ എത്തുന്നുണ്ടെങ്കിലും തയ്യാറാകാതെ ബാങ്ക് എന്ന വാർത്തയാണ് അതിനകത്തുള്ളത്. ഇടതുഭാഗത്ത് കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ കത്ത് പരിഗണിച്ച് കൊടിസുനിക്ക് 1 മാസത്തെ പരോൾ അനുവദിച്ചു. 51 വെട്ടും മനുഷ്യാവകാശമാക്കിയോ എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ DCC ട്രഷററുടെ മകന്റെയും ആത്മഹത്യ, നേതാക്കൾ 17 ലക്ഷം വാങ്ങിയെന്ന കർഷകൻ. വയനാട് DCC ട്രഷറർ M വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയ സംഭവത്തിൽ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ കൂടുതൽ കുരുക്കിലാക്കി കോൺഗ്രസ് പ്രവർത്തകന്റെ വെളിപ്പെടുത്തൽ. ബാങ്കിൽ മകന് നിയമനം നൽകാമെന്ന് പറഞ്ഞ് 17 ലക്ഷം രൂപ നേതാക്കൾ കോഴ വാങ്ങിയെന്നാണ് കർഷകൻ കൂടിയായ ബത്തേരി കൊളിയാടി താമരച്ചാലിൽ ഐസക് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞത്.
ആ വാർത്തയാണ് ദേശാഭിമാനി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സന്തോഷ് ട്രോഫി ഫൈനലിൽ ഇന്ന് അരികെ സന്തോഷ കിരീടം. പുതുവത്സര സമ്മാനമായ 8ാം സന്തോഷ് ട്രോഫി കിരീടം മലയാളിക്കരയിലേക്ക് സമ്മാനിക്കാൻ കേരളം ഇറങ്ങുന്നു. ഹൈദരാബാദ് ഗച്ചിബൌളിയിലെ GMSC ബാലയോഗി സ്റ്റേഡിയത്തിൽ ചൊവ്വാഴ്ച രാത്രി 7:30 ഫൈനൽ. എതിരാളി 32 തവണ കിരീടം നേടിയ ബംഗാൾ. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ, കേരള കൗമുദിയിൽ തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ പിണറായിയെയും ശശിയെയും മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ CPM-നുമായിട്ടുള്ളൂ. അൻവർ പിടിച്ചു ഞാൻ അവരെന്നെ മാറ്റി, കൊടുത്തു ഞാൻ അവരെനിക്കിട്ട് രണ്ട് എന്നുള്ളതാണ് കാർട്ടൂണിന്റെ തലക്കെട്ട്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, മാധ്യമത്തിൽ വിഷം തുപ്പി മഹാരാഷ്ട്ര മന്ത്രി, കേരളം മിനി പാകിസ്ഥാൻ, രാഹുലിനും സഹോദരിക്കും വോട്ട് ചെയ്തത് തീവ്രവാദികൾ എന്നുള്ള വാർത്തയാണ്. അതായത് കേരളം മിനി പാകിസ്ഥാൻ ആയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സഹോദരിയും അവിടെ വിജയിച്ചതെന്നും എല്ലാ തീവ്രവാദികളും അവർക്ക് വോട്ട് ചെയ്തു എന്നും മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണെ കഴിഞ്ഞ ദിവസം പൂനെയിൽ നടന്ന ചടങ്ങിലാണ് BJP നേതാവും ഫിഷറീസ് തുറമുഖ വകുപ്പുകളുടെ ചുമതലയുമുള്ള മന്ത്രി കേരള ജനതയെ അടച്ചാക്ഷേപിച്ചത് എന്ന വാർത്ത മാധ്യമം നൽകുന്നു. സന്തോഷ് ട്രോഫി കേരള ബംഗാൾ ഫൈനലിൽ നിന്നുള്ള വാർത്തയ്ക്ക് ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നു. മലയാള മനോരമയിൽ ഇന്ന് ഏറ്റവും താഴെ വലിയ പ്രാധാന്യത്തോടെ ഒരു വാർത്ത, കമ്പനി കൂടാൻ ഒരു ഡ്രൈവർ, മദ്യപിക്കാൻ വണ്ടിയിലെത്തിയവർക്ക് ബാറുകാർ ഡ്രൈവറെ നൽകണമെന്ന മോട്ടോർ വാഹന വകുപ്പ്. ബാർ ഹോട്ടലുകൾ ഇക്കുറി പുതുവർഷാഘോഷവേളയിൽ മദ്യവും ഭക്ഷണവും മാത്രം വിളമ്പിയാൽ പോരാ, ഡ്രൈവറെ കൂടി ലഭ്യമാക്കേണ്ടി വരും. മദ്യപിച്ചിട്ടുള്ള ഡ്രൈവിംഗ് മൂലമുണ്ടാകുന്ന റോഡ് അപകടങ്ങളെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവാണിത്. ആ കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് 1 മാസത്തെ പരോൾ, കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി എന്ന് പരോൾ ഉത്തരവിൽ ചേർക്കാമായിരുന്നു എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ, മകരവിളക്ക് ഉത്സവത്തിന് ശബരിമലയിൽ നട തുറന്നു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ജന്മഭൂമി മാറ്റമില്ലാതെ ഉമാ തോമസിന്റെ ആരോഗ്യനില എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കോളം കൂടി ആ വാർത്തയിൽ നൽകുന്നു. കലോത്സവ ഉദ്ഘാടനത്തിന് ദുരന്തഭൂമിയിൽ നിന്ന് വെള്ളാർമലയും എന്ന പ്രത്യേക ഒരു സ്റ്റോറി ജന്മഭൂമി നൽകിയിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ പൊതു സിവിൽ കോഡ് ജനുവരി മുതൽ പ്രാബല്യത്തിൽ എന്ന വാർത്തയ്ക്കും ജന്മഭൂമി പ്രാധാന്യമേറെ നൽകുന്നു. മറ്റേ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.